Hello guys, Chinese car manufacturing കമ്പനിയായ ബെയ്ക്കിന്റെ BJ30 എന്ന് പറയുന്ന SUV-നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇവരുടെ ഓഫ് റോഡ് ഫീച്ചറോട് കൂടിയ ഫസ്റ്റത്തെ സ്റ്റാർട്ടിംഗ് വണ്ടി എന്ന് പറയാം. ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് BJ40, 60 എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മോഡൽ ഉണ്ട്. BJ40 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു മോഡലാണ്. ബെയ്ക്കിന്റെ ഈ മോഡലിനെയാണ് നാട്ടിൽ കുറെ ആൾക്കാർ 2025 ബൊലേറോ എന്നൊക്കെ പറഞ്ഞ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇറക്കി പറ്റിച്ചിട്ടുണ്ട്. സോ ആ ഒരു മോഡൽ കൂടി വരികയാണ്. അതൊക്കെ കുറച്ചുകൂടി ഹൈ എൻഡിലേക്ക് പോകുമ്പോഴാണ് അത്രമാത്രം ഫീച്ചേഴ്സ് ഉണ്ട്. ഇതൊരു പെട്രോൾ വേരിയന്റ് ആണ്. ഓൾ ടെറൈൻ സിസ്റ്റത്തോട് കൂടിയാണ് ഇത് ഇറങ്ങിയിരിക്കുന്നത്. ഇതിന്റെ ബോഡി കളറിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. സ്ക്രാച്ച് പ്രൂഫ് പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സൈഡിൽ നിന്നൊക്കെ കാണുമ്പോൾ FJ ക്രൂസർ പോലെ ആസ് യൂഷ്വൽ ഓൾ അതർ ചൈനീസ് കാർസ് LED ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. LED ഫോഗ് ലാമ്പ്. ഇതിനെ വിളിക്കുന്നത് ഇന്റലിജന്റ് സെറമോണിയൽ ഹെഡ്ലൈറ്റ് എന്നാണ്. പിന്നെ ഹൈ ബീം അസിസ്റ്റ് ആണ്. LED ഫോഗ് ലാമ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 ഹോൾ DRL ആണ് കൊടുത്തിരിക്കുന്നത്. അതും ഒരു യുണീക് കൈൻഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടിനെ വ്യത്യസ്തമായ ഒരു രൂപമാക്കി മാറ്റുന്നുണ്ട്. റിയറിലും ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഹൈ ബൗണ്ട് ബ്രേക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഓട്ടോ വൈപ്പേഴ്സ് ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഒരു റൗണ്ട് ഐബ്രോ എന്ന് വിളിക്കുന്ന ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ ഓഫ് റോഡ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 25 ഡിഗ്രി അപ്രോച്ച് ആംഗിളും അതുകൂടാതെ റിയറിൽ ഒരു 30 ഡിഗ്രി ഡിപ്പാർച്ചർ ആംഗിളും കൊടുത്തിരിക്കുന്നത്. മിററിലേക്ക് വരുമ്പോൾ ടേൺ സിഗ്നലോട് കൂടിയ ഒരു മിററാണ് കൊടുത്തിരിക്കുന്നത്. അതിന് വെൽക്കം ലൈറ്റും കൊടുത്തിട്ടുണ്ട്. സൈഡ് സ്റ്റെപ്പ്, അതുകൂടാതെ ഫംഗ്ഷണൽ റൂഫ് റാക്ക്, അതുകൂടാതെ ബോഡി കളർ ഡോർ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. കീലെസ് എൻട്രി ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ്. വീലിലേക്ക് വരുമ്പോൾ 19 ഇഞ്ചാണ്. അതുകൂടാതെ അലൂമിനിയം ബൈക്ക് കളർ എടുത്തിരിക്കുന്നത്. ഈ വണ്ടിയുടെ വേറൊരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സീറ്റും ഫുള്ളി റിക്ലൈൻ ചെയ്ത് ഫുള്ളി ഫ്ലാറ്റ് ബെഡ് പോലെ ആക്കാൻ പറ്റും. അതുകൂടാതെ ആദ്യമായിട്ടൊരു വണ്ടിയിൽ മേശ എന്നൊരു വണ്ടി കൂടിയാണ് ഈ വണ്ടി. നമുക്ക് ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന രീതിയിൽ അതാണ് ഈ വണ്ടിയുടെ ഒരു ചെറിയൊരു എക്സ്ട്രാ എന്ന് പറയുന്ന ഒരു ഫീച്ചർ. സാധാരണ എല്ലാ ചൈനീസ് കാറിലുള്ള പോലെ തന്നെ ലെതർ ഫിനിഷിംഗ്, ലെതർ ഇന്റീരിയർ കൊടുത്തിട്ടുണ്ട്. അടിപൊളി ഒരു കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ മൾട്ടി ഫംഗ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് ആണ്. 4-way അഡ്ജസ്റ്റബിൾ ആണ്. ഓട്ടോ ഹീറ്റിംഗോട് കൂടിയ സ്റ്റിയറിംഗ് വീലാണ്. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ട ഒരു വ്യത്യസ്തമായ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഗിയർ സെലക്ടർ ആണ്. ഒരു ഫൈറ്റർ ജെറ്റിന്റെ ട്രസ്റ്റർ പോലെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയ ആംറസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. കപ്പ് ഹോൾഡറിന് ഡോർ കൊടുത്തിട്ടുണ്ട്. ആംറസ്റ്റിന്റെ ബോക്സ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഫംഗ്ഷനോട് കൂടിയതാണ്. 4 ടെറൈൻ മോഡ്സ് കൊടുത്തുകൊണ്ടാവണം എല്ലാവരുടെയും ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ സീറ്റ് ഫോൾഡബിൾ ആണെന്ന് പറഞ്ഞ് അതുകൂടാതെ ഡ്രൈവർ സീറ്റിലേക്ക് വരുമ്പോൾ 6-way അഡ്ജസ്റ്റബിൾ, 2 പാസഞ്ചർ സീറ്റിലേക്ക് വരുമ്പോൾ 4-way അഡ്ജസ്റ്റബിൾ, എല്ലാം ഇലക്ട്രോണിക് ആണ്. റിയർ പാസഞ്ചർ സീറ്റും റിക്ലൈനിങ് അഡ്ജസ്റ്റ്മെന്റോട് കൂടി ഉള്ളതാണ്. അതുകൂടാതെ ഫ്ലാറ്റ് ആക്കി വെക്കാൻ പറ്റും. ഇവയൊക്കെ ക്യാമ്പിങ്ങിന് കൂടി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഈ വണ്ടി സജ്ജീകരിച്ചിരിക്കുന്നത്. കൂടാതെ നമ്മൾ പ്രൊജക്ടറൊക്കെ വെക്കുന്നതെങ്കിൽ അതിനുള്ള ഫ്രണ്ട് സ്ക്രീൻ ഉണ്ടല്ലോ, അത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹൂക്കൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടേബിൾ കൊടുത്തിട്ടുണ്ട്. അത് ട്രങ്കിലാണ്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ബാക്കിയുള്ള പവർ സോക്കറ്റ് കാര്യങ്ങളൊക്കെ പതിവ് ശൈലി തെറ്റിച്ചില്ല. എല്ലാ ചൈനീസ് കാറിലുള്ള പോലെ തന്നെ 12 വോൾട്ടിന്റെ പവർ സോക്കറ്റ്, USB Type-C കൊടുത്തിട്ടുണ്ട്. വയർലെസ് ചാർജിംഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡുവൽ സോൺ AC കൊടുത്തിട്ടുണ്ട്. ഹൈ എൻഡ് സ്പീക്കർ 8 എണ്ണം കൊടുത്തിട്ടുണ്ട്. പാനോരമിക് സൺറൂഫ്, ACന്റെ അകത്ത് എയർ ക്വാളിറ്റി കൺട്രോൾ മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്. 64 ആംബിയൻ കളറിംഗ് കൊടുത്തിട്ടുണ്ട്. റൂഫ് ലൈറ്റ് ഉണ്ട്. അതുകൂടാതെ പാട്ടിന്റെ ഋതത്തിനനുസരിച്ചിട്ട് മാറുന്ന ഒരു ആംബിയൻ ലൈറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ആംറസ്റ്റിലേക്ക് വരുമ്പോൾ ഹീറ്റബിൾ ആൻഡ് കൂളബിൾ ആയിട്ടുള്ള ആംറസ്റ്റ്, കൂടാതെ ACന്റെ അകത്ത് എയർ ക്വാളിറ്റി കൺട്രോൾ മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്.